ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ? ഇന്ന് നമ്മുടെ ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹൻ്റെ ഡേ 30 ആണ്. 30 ദിവസവും നിങ്ങൾ എനിക്കൊപ്പം ഈ ഒരു ജേണി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു തരുന്ന ഓരോ ആക്ടിവിറ്റീസും കറക്റ്റായിട്ട് ചെയ്ത് സന്തോഷമായിരിക്കുന്നു, ലൈഫിൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഡേ 29 വീഡിയോ വരാൻ കുറച്ച് ലേറ്റായപ്പോൾ പലരും കമൻറ്റ് ഇട്ടു, ടീച്ചറമ്മ എവിടെയാണ്? ടീച്ചറമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം രാവിലെ വളരെ ശക്തമായിട്ട് വളരെ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നല്ല നല്ല കമൻസ് വന്നു. നിങ്ങൾ അയച്ച എല്ലാ കമൻസിനും താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അതിലൂടെ നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് ടീച്ചറമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മക്കളെ, ഞാൻ ചെറുപ്പം മുതൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. കാര്യം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ ഒരുപാട് സ്നേഹം കിട്ടി, ഒത്തിരി പാമ്പർ ചെയ്ത് എല്ലാവരും ഇങ്ങനെ സ്നേഹിച്ച് കൊഞ്ചിച്ച് കൊണ്ട് നടന്നൊരു കുട്ടിയല്ല ഞാൻ. എന്താ പറയുക, നിറം കെട്ടൊരു ബാല്യം എന്ന് പറയില്ല, എപ്പോഴും സ്നേഹം കിട്ടാതെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങൾ തരുന്ന സ്നേഹം, ഇന്ന് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബഹുമാനം, സ്നേഹം, ഇഷ്ടം, അതിനൊന്നും എനിക്ക് എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലും മതിയാവില്ല. എന്നും നിങ്ങൾക്ക് മുന്നിൽ ടീച്ചറമ്മ എന്നും ആ ഒരു സ്നേഹത്തിന് തൊഴുകൈയോടെ നിൽക്കണം. അത്രയും താങ്ക് യു സോ മച്ച് മക്കളെ. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്, സ്നേഹം തരുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോസ് കാണുന്നവർ അവരുടെയൊക്കെ ലൈഫ് ചേഞ്ച് ആക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ മക്കളെ. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, പലരും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാത്ത അവസ്ഥ. മറ്റുള്ളവരുടെ അടുത്ത് നോ പറഞ്ഞാൽ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാൻ അവരോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിഷമിക്കില്ലേ? നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് എത്ര ബോധവാന്മാരാണ്, ബോധവതികളാണ്. പലരും കരുതുന്നത് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത് സെൽഫിഷ്നെസ് ആണ് എന്നുള്ളതാണ്. ആക്ച്വലി അത് സെൽഫിഷ്നെസ് അല്ല, അത് സെൽഫ് റെസ്പെക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ആ നോ പറഞ്ഞാൽ മറ്റൊരാൾ വിഷമിക്കുമോ എന്നോർത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ത്യജിച്ചിങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് വന്നിട്ട് പൈസ കടം ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാം അത് കിട്ടാൻ പോകുന്നില്ല. ഇനി അവർ വിഷമിക്കുമോ? വീണ്ടും വീണ്ടും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും അവർ പറ്റിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പ്രാവശ്യം നോ പറയാൻ കാണിക്കുന്ന മടി നിങ്ങളുടെ സന്തോഷം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സമാധാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉള്ളിൽ കരയുന്നത് മറ്റുള്ളവർ കാണുന്നില്ല. നോ പറയേണ്ട സ്ഥാനങ്ങളിൽ ഈയിടയ്ക്ക് ഒരു സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞത്, ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നവർ അവരുടെ പണികൾ കറക്റ്റായിട്ട് ചെയ്യാതെ എല്ലാം ഈ കുട്ടിയിൽ കൊണ്ടിട്ട് കൊടുക്കും. അപ്പോൾ ഈ കുട്ടി മറ്റുള്ളവരുടെ പണിയും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. അയ്യോ, നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓഫീസിൽ എല്ലാവരും കൂടെ എനിക്കെതിരെ തിരിയോ, ആരെങ്കിലും എന്നെ മോശം പറയോ, അതോടെ ആളുകൾ ഇനി എന്തെങ്കിലും പറഞ്ഞാലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു വിഷമം നോ പറയാനായിട്ട്. മക്കളെ, എനിക്കും ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പലയിടത്തും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ ഭയങ്കര മടിയായിരുന്നു. ലാസ്റ്റ് നോ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും സന്തോഷം കിട്ടിയത്. അങ്ങനെ നോ പറഞ്ഞാൽ ആളുകൾ നമ്മളെപ്പറ്റി എന്തെങ്കിലും മോശം പറയുമോ എന്ന് ആലോചിച്ചിട്ട് ഗിൽറ്റ് അടിക്കേണ്ട കാര്യമേ ഇല്ല. കാര്യം നമ്മുടെ വീടിൻ്റെ എല്ലാ വാതിലുകളും നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ സേഫ് അല്ല. ചില കാര്യങ്ങളോട് നോ പറയണം, ചില നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് ഒട്ടും ബെനഫിഷ്യൽ അല്ലാത്ത കാര്യങ്ങളോട് നോ പറയണം. എല്ലാത്തിനോടും യെസ് പറഞ്ഞാൽ അവസാനം നമ്മുടെ ലൈഫ് ഏത് ലെവലിലാകും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ടീച്ചറമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ. 1955 അമേരിക്കയിലെ അലബാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നൊരു ഇൻസിഡൻ്റാണ്. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനം കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റേഷ്യൽ സെഗ്രിഗേഷൻ ലോ, അതായത് ഇപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെള്ളക്കാരായിട്ടുള്ള ആളുകൾ ബസ്സിൻ്റെ മുൻഭാഗത്തെ സീറ്റുകളിലിരുന്നാണ് യാത്ര ചെയ്യുന്നത്. കറുത്ത വർഗ്ഗക്കാർ ബസ്സിൻ്റെ ബാക്ക് സീറ്റുകളിലിരുന്നും യാത്ര ചെയ്യും. ആരെങ്കിലും ഒരു വെള്ളക്കാരൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ ബാക്ക് സീറ്റിലിരിക്കുന്ന കറുത്ത വർഗ്ഗക്കാർ എഴുന്നേറ്റ് മാറിക്കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ലോ പ്രകാരം. 1955 അലബാമയിൽ ഒരു വൈകുന്നേരം റോസ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീ, 41-42 വയസ്സ് വരും. അവര് തയ്യൽ തൊഴിലാളിയാണ്. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് അവരിങ്ങനെ ബസ്സിലേക്ക് കയറുകയാണ്. കറുത്ത വർഗ്ഗക്കാരിയാണ്. അവരിങ്ങനെ ബാക്കിലത്തെ സീറ്റിലിരിക്കുകയാണ്.
അപ്പോൾ ബസ് ഫില്ലായി. അപ്പോൾ പെട്ടെന്നൊരു വെള്ളക്കാരൻ കയറി വരികയാണ്. അവിടെ സീറ്റില്ല. അപ്പോൾ ഡ്രൈവർ ഇവരോട് ആക്രോശിച്ചു, സീറ്റ് മാറിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോസ പാർക്ക് എന്താ ചെയ്യുന്നറിയാവോ? അവർ ഉറച്ചു പറഞ്ഞു നോ. ആ ബസ്സിലുള്ള ആളുകളൊക്കെ തിരിഞ്ഞു നോക്കി, ഇവരെന്താ പറയുന്നത്? ആർക്കും അങ്ങനെ നോ പറയാനുള്ള ഒരു ധൈര്യമില്ല. ആ ഒരു നോ പറഞ്ഞതിൻ്റെ പേരിൽ റോസ പാർക്കിനെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് ഒരുപാട് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത് അമേരിക്കയിൽ ഭയങ്കര ചർച്ചാ വിഷയമായി. വെള്ളക്കാരന് സീറ്റ് കൊടുക്കാതെ ഒരു കറുത്ത വർഗ്ഗക്കാരി നോ പറഞ്ഞത് ഭയങ്കരമായിട്ട് അമേരിക്കയിൽ വലിയ വിവാദത്തിനിടയാക്കി. ശരിക്കും പറഞ്ഞാൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു റോസ പാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ നിന്നും ആ ഒരു മൂവ്മെൻറ്റ് തുടങ്ങി. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ 381 ദിവസത്തേക്ക് ഇനി അവിടെയുള്ള ബസ്സുകളിൽ യാത്ര ചെയ്യില്ല. അത് ബോയ്ക്കോട്ട്, ആ യാത്ര ബോയ്ക്കോട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അമേരിക്കയിലെ സുപ്രീം കോടതി നിയമം പാസ്സാക്കി ഈ ഒരു സെഗ്രിഗേഷൻ ലോ അതോടെ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ തയ്യൽ തൊഴിലാളിയായ ഒരു സ്ത്രീ, അവർ പറഞ്ഞ ഒരു നോ അമേരിക്കയിലെ ഒരു വലിയ നിയമത്തെ തന്നെ എടുത്തു കളയാൻ ശക്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നോയ്ക്ക് എന്തോരം പവറുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ. പലർക്കും വിഷമമാണ്. അഥവാ ആരോടെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് മുഴുവൻ കുറ്റബോധമാണ്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു, പറയാതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എപ്പോഴും മനസ്സിനകത്തൊരു ടെൻഷനും സ്ട്രെസ്സും. മനസ്സിലാക്കുക, 100% ആരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് പറ്റില്ല. നിങ്ങളിനി എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് ജീവിച്ചാലും ആളുകൾ പലതും പറയും. സോ നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ സ്വപ്നത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന് ടീച്ചർമാർ തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ബുക്കിൽ എഴുതുക, നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സാഹചര്യം എന്താണ്, നിങ്ങളുടെ സമയം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്താണ്, അതുപോലെ ഇന്നു മുതൽ എന്ത് കാര്യങ്ങൾക്കാണ് നിങ്ങൾ നോ പറയാൻ പോകുന്നത് എന്ന് ബുക്കിൽ വളരെ വിശദമായിട്ട് എഴുതിയിടുക. എന്നിട്ട് ആക്ഷൻ എടുക്കുക. ടീച്ചർമായി പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവും. തീർച്ചയായിട്ടും അത് കമൻറ്റിന് താഴെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും 365 ദിവസത്തെ ടീച്ചർമ്മയുടെ വാക്കാണ്. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്തിരിക്കും. നിങ്ങൾക്കറിയോ, ഒരു വീഡിയോ എടുക്കുന്നതിന് പിന്നിലുള്ള ബുദ്ധിമുട്ട്. എല്ലാ ദിവസവും ടീച്ചർമ്മ ഇത്രയും തിരക്കിലുള്ള വ്യക്തി എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? എൻ്റെ മക്കളെല്ലാവരും പോസിറ്റീവായിട്ടിരിക്കണം, എല്ലാവരും ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ ലൈഫിൽ വിജയിക്കുന്നത് ടീച്ചറമ്മയ്ക്ക് കാണണം, നിങ്ങൾ ഏറ്റവും സൂപ്പർ സക്സസ്ഫുൾ ആകണം. അതിനാണ് സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഓരോ മനുഷ്യരും വന്ന് കെട്ടിപ്പിടിച്ച് അവർ സ്നേഹം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടീച്ചറമ്മ എവിടെ കണ്ടാലും ഓടി വരിക. എനിക്ക് സന്തോഷമാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നതും എന്നോട് സംസാരിക്കുന്നതും ഒക്കെ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ എൻ്റെ മക്കളെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ ടീനേജ് കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ എന്നാണ് ടീച്ചർമാർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ജൂൺ 18-ാം തീയതിയാണ് കുട്ടികൾക്കുള്ള ക്ലാസ് ആരംഭിക്കുന്നത്. കുഴപ്പമില്ല, ജൂൺ 18, 19, 20, 21, 22 വരെ, ജൂൺ 22 വരെ 5 days അഡ്മിഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ 9567274997 എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു.